ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകരെ. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യക്തികൾ, രുചിയേറുന്ന ഭക്ഷണ വിശേഷങ്ങൾ, അങ്ങനെ ഒരിടത്ത് നിന്ന് ഒരിടത്തേക്ക് നാടിന്റെയും നാട്ടുകാരുടെയും കഥകളും വിശേഷങ്ങളും തേടി നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ മീനങ്ങാടിക്കും ബത്തേരിക്കുമിടയിൽ ഒരു ആനയുടെ ആകൃതിയിലുള്ളതും ഒരു കുട്ട കമഴ്ത്തി വെച്ചതുപോലെയുള്ളതുമായ ഒരു മലയുണ്ട്. കൊളകപ്പാറ എന്നാണ് ഈ മലയ്ക്ക് പേര്. ആ മലയ്ക്ക് മുകളിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. കൊളകപ്പാറയ്ക്ക് മുകളിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇത്തവണത്തെ യാത്ര കൊളകപ്പാറയിലേക്കാണ്. വയനാട് ജില്ലയിൽ വളർന്നു വരുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കൊളകപ്പാറ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ദേശീയപാതയോട് ചേർന്നുള്ള കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ റാട്ടക്കുണ്ടിലെത്താം. റാട്ടക്കുണ്ടിൽ നിന്നും നടന്നു വേണം കൊളകപ്പാറയിലേക്ക് കയറാൻ. യാത്ര തുടങ്ങുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. വയനാട്ടിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും കൊളകപ്പാറ കണ്ടിരിക്കുക റോഡിൽ നിന്നാകും. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ആരും അങ്ങനെ മുതിരാറില്ല. അതിനാൽ തന്നെയാണ് ഇത്തവണത്തെ യാത്ര കൊളകപ്പാറയിലേക്കാക്കാം എന്ന് ഞങ്ങൾ കരുതിയത്. പ്രധാന പാതയിൽ നിന്ന് ഒരു ഇടറോട്ടിലേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്ററോളം സഞ്ചരിക്കണം. റാട്ടക്കുണ്ട് കവലയിലെത്തി കൊളകപ്പാറയിലേക്ക് തിരിയാം. കൊളകപ്പാറ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതിന് പിന്നിൽ ഒരു സമരത്തിന്റെ ചരിത്രമുണ്ട്. കരിങ്കൽ കൂനകളായി ചിതറേണ്ടിയിരുന്ന ഇവിടം ജനകീയ സമരത്താലാണ് അതിജീവനം നേടിയത്. സമരത്തിന്റെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ 1997-98 കാലഘട്ടങ്ങളിൽ ഇവിടെ നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങളിൽ ഒരു വലിയ കോറി നടക്കുന്നുണ്ടായിരുന്നു. ആ കോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതായിട്ട് നടന്നതാണ്. അപ്പോൾ ആ കോറിയെ സംബന്ധിച്ചിടത്തോളം അത് നിർത്തലാക്കണമെന്ന് ഇവിടുത്തെ ആളുകളും ഒക്കെ ആയിട്ട് പറയപ്പെടുമ്പോഴും അത് പിന്നെ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ ഇവർ എന്ത് ചെയ്തു, പൊട്ടിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോറി നിന്നതും അത് പിന്നീട് ആരംഭിക്കാൻ കഴിയാതെ വന്നത്. ബൈക്ക് ഇതുവരെ മാത്രമാണ് എത്തുക. ഇതിനപ്പുറത്തേക്ക് നടക്കണം. ഏതാണ്ട് അരമണിക്കൂറോളം യാത്രയുണ്ട് കൊളകപ്പാറ മലയ്ക്ക് മുകളിലേക്ക്. എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ആ അരമണിക്കൂർ ദൈർഘ്യമേറിയ ട്രക്കിംഗ്. കൊളകപ്പാറയ്ക്ക് മുകളിലേക്ക് അല്പം കഠിനമേറിയ വഴിയാണ്. കുത്തനെയുള്ള കയറ്റങ്ങൾ, കൂറ്റൻ പാറക്കെട്ടുകൾ, ഇതെല്ലാം പിന്നിട്ട് മുന്നോട്ട് പോകണം. ഈ കയറ്റമൊക്കെ കയറിയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെങ്കുത്തായ പാറയാണ്. അതുകൊണ്ട് തന്നെ നടത്തത്തിൽ വലിയ ജാഗ്രത വേണം. മഴ പെയ്ത് പാറ പല ഭാഗങ്ങളിലും നനഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മുന്നോട്ട് നടത്തം തുടരുകയാണ്. ഇതിനിടയിൽ ചിലർ മലയിറങ്ങി വരുന്നത് കണ്ടു. പരിചയപ്പെട്ടപ്പോൾ ഒഡീഷ സ്വദേശികളാണ്. കൂട്ടത്തിലൊരാൾ വയനാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദീപക് എന്നാണ് പേര്. മലയാളം നന്നായി വഴങ്ങും. എൻ്റെ ദീപകാണ്. അജയ്, മനോജ്, രാജ്. ഒഡീസ, റായ്ഗഡ് ഡിസ്ട്രിക്ട്. അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വാ, കറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്. രാത്രി വന്നിട്ട് ഇവിടെ ക്യാമ്പിൽ ഞങ്ങൾ നിന്ന് മേളിൽ. അപ്പം ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് ഇപ്പം രാവിലെ വീഡിയോ ചെയ്തിട്ട് ഇപ്പം പോകുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പാണ്. എല്ലാവരും വാ ഇങ്ങോട്ട്. കഠിന വഴികളിലൂടെ യാത്ര തുടരുകയാണ്. കൊളകപ്പാറയ്ക്ക് മുകളിലെ കാഴ്ചകളാണ് ലക്ഷ്യം. നടന്ന് അങ്ങനെ കൊളകപ്പാറയുടെ ഏറ്റവും മുകളിലെത്തി. നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന മലനിരകളാണ്. ഇവിടെ നിന്നാൽ ബാണാസുര മലനിരകൾ കാണാം. ഒപ്പം തന്നെ മുട്ടിൽ മല കാണാം. കാരാപ്പുഴ അണക്കെട്ട് കാണാം. കണ്ണെത്താ ദൂരത്തോളം
ഇങ്ങനെ നെൽപ്പാടങ്ങൾ പരന്നു കിടക്കുന്നു, ഒപ്പം തന്നെ തോട്ടങ്ങൾ പരന്നു കിടക്കുന്നു. ദേശീയപാത, കൊല്ലകൽ ദേശീയപാത കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ അമ്പുകുത്തി മല, കൃഷ്ണഗിരി സ്റ്റേഡിയം, അങ്ങനെ വയനാടിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ എത്തുമ്പോൾ നല്ല കാറ്റും വീശുന്നുണ്ട്. കൊളകപ്പാറയുടെ തുഞ്ചത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചില നിർമ്മിതികളാണ്. എനിക്ക് പിറകിൽ ഒരു 4 പില്ലർ വാർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നിർമ്മാണം പൂർത്തിയാകാത്ത എന്തോ ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുരിശും കാണുന്നുണ്ട്. ദുഃഖവെള്ളി സമയത്തെല്ലാം തന്നെ മലയാറ്റൂർ തീർത്ഥാടനം നടക്കും പോലെ ഈ മലയ്ക്ക് മുകളിലേക്കും വിശ്വാസികൾ എത്താറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഈ കൊളപ്പാറ മല എന്ന് പറയുന്നത് ഈ കുരിശുമല തീർത്ഥാടകരാണ് ഇതിൽ കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ട്രെക്കിങ്ങിൻ്റെ ഒക്കെ ഒരു കാലം വന്നപ്പോൾ ട്രെക്കിങ്ങിനായിട്ട് ഇപ്പോൾ പലരും വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അന്വേഷിച്ചെത്തി ഈ പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊളപ്പാറ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ശരിക്കും രാവിലെ കാലങ്ങളിൽ വരും നമ്മൾ. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ബെഡ് കിട്ടും, ചിലപ്പോൾ കിട്ടും. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥലം. ടൂറിസം വകുപ്പിന് വിട്ടു നൽകിയാൽ ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താനാകും. സൂര്യോദയവും അസ്തമയവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. പ്രഭാതത്തിൽ കോടമഞ്ഞ് വന്നുമൂടും, മേഘക്കെട്ടുകൾ താഴെ പാറി നടക്കും. കത്തുന്ന ചൂടിലും തണുത്ത കാറ്റ് ഉള്ള് കുളിർപ്പിക്കും. സുരക്ഷ സ്വയം ഉറപ്പാക്കി വേണം കൊളകപ്പാറ മല കയറാൻ. വഴികൾ കഠിനം എന്നതിനാൽ ജാഗ്രത നല്ല പോലെ വേണം. ഒരു കുട്ട കമിഴ്ത്തി വെച്ച പോലെ ആനയുടെ ചന്തമുള്ള കൂറ്റൻ പാറ, അതാണ് കൊളകപ്പാറ. മനോഹരമായ ഒരു ട്രക്കിംഗ് ആണ് ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചത്. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കും ക്യാമറാമാൻ മനു ദാമോദരനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ആ വലിയ പാറ കുഞ്ഞു കഷ്ണങ്ങളായി ലോറി കയറി പോകാതിരിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ വലിയ പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെ കൂടി ചരിത്രമുണ്ട്. ഏതായാലും വരും തലമുറകൾക്കൊക്കെ വേണ്ടി, നമ്മുടെ തലമുറയ്ക്കൊക്കെ വേണ്ടി ഈ മനോഹര കാഴ്ചകൾ കാണാനായി ആ കൊളകപ്പാറയെ അങ്ങനെ കാത്തു സംരക്ഷിച്ച മനുഷ്യർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഏതായാലും സുർജിത്ത് അവസാനം പറഞ്ഞ പോലെ കരുതലോടെ ജാഗ്രതയോടെ അല്പം കഷ്ടപ്പെട്ടാലും മനോഹരമായ കാഴ്ചയാണ്. കണ്ടു തന്നെ അവിടെ പോകാൻ തോന്നുന്നു. അത്ര ഭംഗിയുള്ള ഒരു ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പകർത്തിയത്. ഏതായാലും മനോഹരമായ സ്റ്റോറിയും മനോഹരമായ ഇടവും. കൊളകപ്പാറയിലേക്ക് നമുക്കും പോകാം. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഒരു നാട്ടിലേക്ക് പലരെയും ആകർഷിക്കുന്നതിൽ പ്രധാനമാണ് അവിടുത്തെ ഭക്ഷണം. കുടിയേറി പാർത്തവരുടെ സ്വപ്ന നഗരമായ തിരുവനന്തപുരത്ത് രുചികളുടെ ഉത്സവമാണ്. മധ്യവർഗ ജനതയുടെ വിശപ്പടക്കാൻ തട്ടുകടകൾ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട്. അനന്തപുരിയിലെ രാത്രികാല വിഭവങ്ങളുടെ വിശേഷങ്ങൾ തേടി ഇറങ്ങുകയാണ് ഹരികൃഷ്ണൻ. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രുചി തേടിയുള്ള ഒരു യാത്രയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ രാത്രിക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ട്. രാത്രി ഭക്ഷണങ്ങൾക്ക് വല്ലാത്തൊരു രുചിയും. ഇങ്ങനെ തിരക്കിൽ പായുന്ന തിരുവനന്തപുരം നഗരത്തിലെ രാത്രി തട്ടുകൾ, ആ രാത്രി തട്ടുകളിലെ രുചി തേടിയുള്ള യാത്ര. എങ്ങനെയുണ്ട്? അടിപൊളി. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായ ചാല, ചാലയ്ക്കുള്ളിലെ ആര്യശാലയിൽ സാധാരണക്കാർക്കായി ഒരു മട്ടൻ കട, അതാണ് ഇത്. ഇവിടെ എത്തിയാൽ കീശ കാലിയാകില്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. 60 രൂപയ്ക്ക് മട്ടൺ സ്റ്റൂ വിളമ്പാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ദേ ക്യാൻ. അതെങ്ങനെ പറ്റുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. പാളയം മാർക്കറ്റിനോട് ചേർന്ന ഒരു മട്ടൻ കടയുണ്ട്. അവിടെ നല്ല ഫ്രഷ് മാട്ടിറച്ചി വിൽക്കപ്പെടും. അതിൻ്റെ ഉടമസ്ഥാവകാശവും ഇവർക്ക്. അല്ല, നമുക്ക് മട്ടൻ കട ഉണ്ട് സ്വന്തമായിട്ട്, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പാളയത്ത് മാർക്കറ്റിൻ്റെ അകത്താണ്.
സൂപ്പിൻ്റെ പരിപാടി വീട്ടിൽ നിന്ന് തന്നെ അമ്മ എല്ലാം വെച്ച് കൊണ്ടുവന്ന് നോക്കാം. സ്റ്റൂ മാത്രമല്ല വേറെയുമുണ്ട് കൊതിയൂറും വിഭവങ്ങൾ. മട്ടൺ സൂപ്പുണ്ട് 60, മട്ടൺ കുടൽ തോരമുണ്ട് 60, മട്ടൺ കറിയുണ്ട് 160, മട്ടൺ ലിവർ 160. സാമ കുറവാണ്. പുറത്തൊക്കെ 100-120 ഉണ്ട്. ഇവിടെ 60 ഉള്ളൂ. തനിനാടൻ രുചികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള തട്ടുകളുമുണ്ട് തിരുവനന്തപുരത്ത്. സാക്ഷാൽ ചൈനീസ് ഫുഡിനെ വെല്ലുന്ന നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കിട്ടുന്ന കുഞ്ഞി തട്ടുകൾ. ഇവിടെ എത്തിയാൽ സാധാരണക്കാരന് സംതൃപ്തിയും ഗുണമേന്മയുള്ള ഭക്ഷണം കിട്ടും. അവർ സംതൃപ്തരാവുകയും ചെയ്യും. തട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ചില തനത് വിഭവങ്ങളുണ്ട്. ദോശ, അപ്പം, പൊറോട്ട, അങ്ങനെ ചിലത്. എന്നാൽ ആ ക്ലീശകളൊക്കെ തച്ചുടച്ച് തട്ടിൽ നിരത്തുന്ന വിഭവങ്ങളിലുമുണ്ട് വൈവിധ്യം. ഇവിടെ എല്ലാത്തിനും ഒരു മിതമായ റേറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ദോശ എടുത്തു കഴിഞ്ഞാൽ 6 രൂപ വിലയേ ഉള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് 100 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ബീഫ്, എല്ലാ സാധനത്തിനും വില കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഇവിടെ IAS IPS അതിന് പഠിക്കുന്ന ട്രെയിനിങ് കുട്ടികളുടെ ഏകദേശം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഒരു കടയുടെ പ്രത്യേകത. പിന്നെ എല്ലാ ഐറ്റം ഫുഡും ഇവിടെയുണ്ട്. മീൻ, മത്തിക്കറി തൊട്ട് മത്തി, ചൂര, തലക്കറി, ചിക്കൻ്റെ പല വെറൈറ്റി, ബീഫ്, അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റവും ഇതിനകത്ത് ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂൾ പരിസരത്തിന്റെ ഇരുവശത്തൂടെ ഒരു 5 മണി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയാൽ ആ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കാണാം. അതൊരു ഫാമിലി വരുമ്പോൾ അതിൽ 2-3 പേര് എന്തായാലും ദോശയും പൊറോട്ട, അതിൽ ഭൂരിപക്ഷം ആൾക്കാരും പൊറോട്ടയും ദോശയായിരിക്കും കഴിക്കണ്ടാവുക. അതിലിപ്പോഴത്തെ യങ്സ്റ്റേഴ്സായി പിള്ളേരൊക്കെ, ചില പിള്ളേർ പുറത്തുനിന്ന് പറഞ്ഞ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അങ്ങനെയുള്ള സാധനം അവർക്ക് ഇഷ്ടപ്പെടും. ദോശയാണ് മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അത് ചെറിയൊരു പോർഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ അധികം ചൂചായിട്ട് ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ അത് തീരും എന്നുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തട്ടുകട ഭക്ഷണ പെരുമയെ സ്വദേശികളും വിദേശികളും ഒരേപോലെ നാവിലേറ്റുന്നു. പക്ഷേ ഇവിടെ നേരത്തെ ഒന്ന് കഴിച്ചുകൊണ്ട് എന്ത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വന്നത്. സിറ്റിക്കകത്ത് ഒരുപാട് തട്ടുകളുണ്ട്. ഞാൻ താമസിക്കുന്ന മഞ്ചൂരാണ്. എന്നാലും ബാക്കിയുള്ള തട്ടുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഇവിടെ. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. സെറ്റ് ഫീലിംഗ് ആണ്. നല്ല ഫുഡ്, അടിപൊളി ഫുഡാണ്, നല്ലതാണ്. ഇവിടെയാണ് കൂടുതൽ വെറൈറ്റീസ് ഉള്ളത്. ചിക്കൻ ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റീസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളൊരു കാര്യം മറന്നുപോയെന്ന്. ദോശയും രസവടയും ചമ്മന്തിയും സാമ്പാറും തിരുവനന്തപുരത്തെ തട്ടുകളിലെ പ്രധാന വിഭവം, തിരുവനന്തപുരത്തുകാരുടെ ദേശീയ ഭക്ഷണം. അതെങ്ങാനും മറന്നാൽ തിരുവനന്തപുരത്തുകാർ സഹിക്കുമോ? ദോശയും ചമ്മന്തിയും രസവടയും പപ്പടവും ഒരു ഓംലേറ്റും. ഈ കോംബോയ്ക്ക് തന്നെ പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. കഴിച്ചാൽ പ്രത്യേക രുചി. ഒരു പകലിൻ്റെ ഓട്ടം ഓടിത്തളർന്ന് നിൽക്കുമ്പോൾ നല്ല രുചിയുള്ള ദോശയും കറിയും രസവടയും ഒക്കെ കൺമുന്നിൽ ഇങ്ങനെ ലൈവായി ഉണ്ടാക്കുന്ന കണ്ടാൽ ആരും ഒരു പ്ലേറ്റ് അങ്ങ് ഓർഡർ ചെയ്ത് പോകും. ഫുഡ് വളരെ നല്ലതാണ്, കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾ റെഗുലറായിട്ട് ഒന്ന് കഴിക്കാറുണ്ട്. തട്ടുകട ഫുഡ് അനുസരിച്ച് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒരു ഇതിൽ പോകുമ്പോൾ കഴിക്കാറുണ്ട്. തട്ടുകളിലെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഭക്ഷണം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 100 കണക്കിന് കടകളുണ്ട്. തിരുവനന്തപുരത്ത് കാണാത്തത്ര ഭക്ഷണങ്ങളും രുചിക്കാത്തത്ര ഭക്ഷണങ്ങളുമുണ്ട്. അതൊന്നും തിന്നു തീർക്കാൻ എൻ്റെ അല്ല ഞങ്ങളുടെ ഈ വയറ് പോരാ. അപ്പോൾ തിരുവനന്തപുരത്തെത്തുന്ന ഭക്ഷണപ്രേമികളെ, നിങ്ങൾ ഈ രുചികളൊക്കെ അറിഞ്ഞാസ്വദിക്കുക. ക്യാമറാമാൻ നന്ദകിഷോറിനും രാഹുലിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പോവുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. അവർക്കെല്ലാവർക്കും അവിടെ തട്ടുകടകൾ ഓർമ്മയാണ്. പ്രത്യേകിച്ച് IFFK സമയത്തൊക്കെ നിറയെ തട്ടുകൾ, ടാഗോർ തിയേറ്ററിന് മുന്നിലും തമ്പാനൂരും ഒക്കെയുള്ള തട്ടുകളിൽ നിന്ന് കഴിച്ച ഓർമ്മകളൊക്കെ എനിക്കുമുണ്ട്. നാലാഞ്ചിറയിൽ, പിന്നെ അതുപോലെ തന്നെ MG കോളേജിൻ്റെ സൈഡിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തട്ടുകടകളുള്ള അവിടെയാണ്. ഏതായാലും വലിയ പൈസ മുടക്കാതെ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാം. അത് തന്നെയാണ് അവിടുത്തെ തിരക്കിന് വലിയ കാരണം. എന്തായാലും തിരുവനന്തപുരം ഓർമ്മകൾ കൂടി നമ്മളിലേക്ക് എത്തിച്ചു ഹരികൃഷ്ണൻ്റെ ആ സ്റ്റോറി. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. റൈഡിൻ റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി പലരുടെയും സമയം ശരിയാക്കിയ ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നത്. സമയം ശരിയാക്കുക എന്നത് കേൾക്കുമ്പോൾ സംശയമുണ്ടാകും.
26 വർഷമായി ഷീബ വാച്ച് നന്നാക്കി മറ്റുള്ളവർക്ക് കൃത്യസമയം കാണിച്ചു കൊടുക്കുന്നു. കൊയിലാണ്ടിയിലെ ഷീബ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ അടുത്ത യാത്ര. സ്ത്രീകൾ അധികം ഇല്ലാത്ത മേഖലയിൽ കഴിവ് തെളിയിച്ച കൊയിലാണ്ടിയിലെ ഷീബയുടെ വിശേഷങ്ങൾ കാണാം. എൻ്റെ വാച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതൊന്ന് നന്നാക്കണം. കൊയിലാണ്ടി വരെയാണ് ഈ വാച്ച് നന്നാക്കാൻ വേണ്ടി പോകുന്നത്. ആ കടയിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിനെയാണ് റൈഡിംഗ് റിപ്പോർട്ടറിലൂടെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം കൊയിലാണ്ടിക്ക് പോകാം അല്ലേ? കഴിഞ്ഞ 26 വർഷമായി ഷീബയുടെ അടുത്തെത്തുന്നവർക്ക് സമയം തെറ്റാറില്ല. സമയം തെറ്റിക്കുന്ന വാച്ചുകൾക്ക് കൃത്യസമയം നൽകുന്നു ഇവർ. സ്വർണ്ണപ്പിടിയിൽ വള ഉണ്ടാക്കാൻ വന്നതാണ്. അന്നിപ്പോൾ ഒരു പറഞ്ഞ് വള സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എത്തിക്കില്ല സാധനം, നിങ്ങൾ കുറച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്ന് അന്നിപ്പോൾ അശോകൻ്റെ ഭാര്യയുണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ, ഒരു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അശോകനെ കാണിച്ചെടുത്ത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. പിന്നെ അന്നേരം ഒരു പറഞ്ഞ് ഇന്ന് തന്നെ ഇവിടെ നിന്നോ, എനിക്ക് പിന്നെ ഞാൻ പണി എയിമാക്കി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ വീട്ടിൽ ചോദിച്ചില്ല, അതുകൊണ്ട് ഒരു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വന്നു. പിറ്റേ ദിവസം തൊട്ട് ഇവിടെ തുടങ്ങി വന്നതാണ്. സ്ത്രീകളധികം കടന്നുവരാത്ത മേഖലയാണ് വാച്ച് റിപ്പയറിംഗ്. ആദ്യമൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതു വാച്ചും ഷീബ നന്നാക്കും. അല്പം ക്ഷമ വേണ്ട ജോലിയാണിത്. ഒന്ന് ശ്രദ്ധ മാറിയാൽ പിന്നെ പണി പാളും. സ്ത്രീകൾ വരാത്തൊന്നും പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു സാധനം മിസ്സായാൽ ആ സാധനം തന്നെ വേണം. അത് ഒന്നില്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കിട്ടുന്നവരെ തിരയുക. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും. സാധനം കിട്ടുന്നവരെ ഫുള്ളടിച്ച് വാരി മാഗ്നറ്റൊക്കെ വെച്ച് നോക്കിയിട്ടാണ് സാധനം തിരഞ്ഞെടുക്കുക. പിന്നെ ചിലർ വിചാരമുണ്ട് എന്ത് മിഷ്യൻ മാറ്റിക്കളാം, അതൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു കേസിൻ്റെ അകത്തുള്ള സാധനം ആ ഇതിൽ തന്നെ വിജയം വേണം. ഒരു റിങ് മാറിയാൽ വാച്ചിൻ്റെ അപാകത കാണാം. ഇതിനകം തന്നെ നിരവധി പേരെ വാച്ച് നന്നാക്കുന്നത് ഷീബ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഷീബ ചേച്ചി പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ കടയിൽ തന്നെയുള്ള സുധ ചേച്ചി. നമുക്ക് സുധ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഷീബ ചേച്ചി പഠിപ്പിച്ചത്? ആദ്യം ക്ലോക്ക് നന്നാക്കാൻ പഠിപ്പിച്ചു, പിന്നെ വാച്ചിൻ്റെ സൈഡ് വാർ ഒക്കെ ഇടും, സ്ട്രാപ്പ് ഇടും. പിന്നെ പഠിപ്പിക്കുമ്പോൾ ചില ചീത്തയൊക്കെ പറയൂ, അപ്പം എനിക്ക് സങ്കടം വരൂ. അങ്ങനെ ഇപ്പം എത്ര വർഷമായി? 10 വർഷം, 10ാം വർഷം. വാച്ചൊക്കെ നന്നാക്കാൻ പഠിച്ചോ? വാച്ച് ബാറ്ററി ഇടും, സ്ട്രാപ്പ് ഇടും, പിന്നെ സൈഡ് വാറൊക്കെ ഇടും, പിന്നെ ക്ലോക്കിനെ മിഷ്യൻ മാറ്റും. അതിൻ്റെ ഉള്ളിലെ മിഷ്യനൊന്നും പഠിച്ചിട്ടില്ല. അത് കണ്ണിന് ചെറിയ സാധനമല്ലേ, അതുകൊണ്ട് പിന്നെ. എങ്ങനെയാണ് പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക്? ചീത്ത പറഞ്ഞാൽ പഠിപ്പിക്കുക, പക്ഷെ അവർക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ പിന്നെ എനിക്കറിയാം, പിന്നെ അങ്ങനെ പറഞ്ഞ് പഠിച്ചാലല്ലേ പിന്നെ റെഡിയായി വരുള്ളൂ. അതുകൊണ്ടാണ് കുറേ മിണ്ടാണ്ടൊക്കെ നിൽക്കും, അങ്ങ് ശരിയാവും. ഒരുപാട് പേരെ പഠിപ്പിച്ചോ? ആദ്യം എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ആദ്യം പഠിപ്പിക്കുന്ന സമയത്ത് ഇവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ ഒരു കണ്ണുണ്ടാവും. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആവാമല്ലോ. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറേ ശ്രമിക്കും, ഇവരെ ഒന്നിച്ച് ഞാൻ നടക്കുക, അങ്ങനെ നോക്കി 1991-93 കാലഘട്ടത്തിൽ ITIയിൽ നിന്ന് വാച്ച് ആൻഡ് ക്ലോക്ക് റിപ്പയർ കോഴ്സ് പൂർത്തിയായതാണ്. കൊയിലാണ്ടി ടൗണിലെ മുരളീധർ വാച്ച് വർക്സിൽ ജീവനക്കാരിയായത് 24-ാം വയസ്സിൽ. ഇപ്പോൾ 50 വയസ്സ്. ഈ ജോലിയോട് ഒട്ടും മടുപ്പില്ല. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണമെന്നും ഷീബ പറയുന്നു. അങ്ങനെ വാച്ച് നന്നാക്കി കിട്ടിയിട്ടുണ്ട്.
26 വർഷത്തെ പരിചയമാണ് ഈ വാച്ച് നന്നാക്കുന്നതിൽ ഷീബ ചേച്ചിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ ഇതിനകം തന്നെ വാച്ച് എങ്ങനെ നന്നാക്കാം എന്നത് ഷീബ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇതുപോലെ വാച്ച് നന്നാക്കി ജീവിതം സുഗമമായി പോകട്ടെ. മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. യാദർച്ഛികമായി കടന്നു വന്ന മേഖലയിൽ കഴിവ് തെളിയിച്ച് അവിടെ പ്രഗത്ഭയായിരിക്കുകയാണ് ഷീബ ചേച്ചി. ഒരുപാട് പേർക്ക് ആ അറിവും ആ പരിചയസമ്പത്തും അവരിലേക്ക് കൂടി പകർന്നു നൽകുകയും ചെയ്യുന്നു. ഏതായാലും ഇനിയും കൂടുതൽ ആളുകളുടെ സമയം നന്നാക്കി, സമയം ശരിയാക്കി, നേരം ശരിയാക്കി ഷീബ ചേച്ചി മുന്നോട്ട് പോകട്ടെ. ഇതോടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ നാടുകളിലെ വിശേഷങ്ങൾ, നാട്ടുകാരുടെ കഥകൾ, ഭക്ഷണ വിശേഷങ്ങളൊക്കെയായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും റൈഡിംഗ് റിപ്പോർട്ടർ കാണാം.